അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ള മൃഗങ്ങളെ സംബന്ധിച്ചാണ് നാം ഏതാനും ദിവസങ്ങളായി സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മൂന്നാമതായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള മൃഗം അത് പശുവാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ നിസാ, സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ അൻആം, സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു ത്വാഹ, സൂറത്തു ദാരിയാത്ത്, ഇങ്ങനെ അധ്യായങ്ങളിലായി അല്ലാഹു തആല 19 സ്ഥലങ്ങളിലാണ് പശുവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. 2 പേരുകളാണ് ഖുർആനിൽ പശുവിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് ഇജ്ൽ എന്ന് പറഞ്ഞുകൊണ്ടും രണ്ടാമത്തേത് ബക്കർ എന്ന് പറഞ്ഞുകൊണ്ടുമാണ്. ഇങ്ങനെ 19 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പശുവിനെ പരാമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ ഉടനെയുള്ള സൂറത്തുൽ ബഖറ എന്ന അധ്യായമാണ് ഏറ്റവും വലിയ അധ്യായം. ആ ബഖറയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വലിയ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ആ സൂറയ്ക്ക് ആ പേര് വന്നത്. ആ അധ്യായത്തിന് അൽ ബഖറ എന്ന് പേര് വരാനുള്ള കാരണം, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം ഒരു കൊലപാതകം നടന്നു. ആരാണ് ഘാതകനെന്നോ ആരാണ് കൊലയാളി എന്നോ തിരിച്ചറിയാത്ത ഒരു സാഹചര്യം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ പരാതികളും പരിഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഘാതകനെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്റെ റബ്ബിനോട് ചോദിക്കണം, എന്താണ് ഇതിനൊരു പരിഹാരം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരോട് പറഞ്ഞത് ഒരു പശുവിനെ അറുക്കാനാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ പശു ആരാധനയുടെ പേരിൽ, പശു പൂജയുടെ പേരിൽ വലിയ പ്രസിദ്ധി നേടിയ ഒരു ജനതയായിരുന്നു. അതിന്റെ പശ്ചാത്തലങ്ങൾ ഇജ്ൽ എന്നും ബക്കർ എന്നും പറയപ്പെടുന്ന ആ പേരുകളിൽ തന്നെ മറ്റ് സൂറകളിൽ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനത ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ അറുക്കണമെന്നാണോ പറയുന്നത്? മൂസാ നബി പറഞ്ഞു, നിങ്ങൾക്ക് ഘാതകനെ കണ്ടെത്തണമെങ്കിൽ ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തിരുന്നുവെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വളരെ സുഗമമാവുകയും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമായിരുന്നു. അവരതിന്റെ നിറം ചോദിച്ചു, അവരതിന്റെ രൂപം ചോദിച്ചു, അവർ അതിന്റെ ശൈലി ചോദിച്ചു. അങ്ങനെ പല ചോദ്യങ്ങൾ ബഖറ 67, 68, 69, 70, 71 ആയത്തുകളിൽ അല്ലാഹു തആല അത് പരാമർശിക്കുന്നുണ്ട്. അവസാനം അല്ലാഹു ഓരോ നിബന്ധനകൾ വെച്ചു. ആ നിബന്ധനകൾ അവസാനം അവർക്ക് അങ്ങനെ ഒരു പശുക്കുട്ടിയെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. പക്ഷെ അവർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ കണ്ടെത്തും എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് അല്ലാഹു തആല സ്വീകരിക്കുകയും അവർക്ക് ഈ പറയപ്പെട്ട എല്ലാ സിഫത്തും വസ്ഫുമൊത്ത ഒരൊറ്റ പശുവിനെ അല്ലാഹു തആല ഭൂമിയിൽ അവർക്ക് കൊടുത്തു. വലിയ വില കൊടുത്തുകൊണ്ട് അവരതിനെ വാങ്ങി അതിനെ അറുക്കുകയും അതിന്റെ ഒരു ഭാഗം കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ജീവൻ അല്ലാഹു തിരിച്ചു നൽകി. കൊലയാളി ആരാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തു എന്നാണ് ചരിത്രം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ മൂന്നാമത് പരാമർശിക്കപ്പെട്ടത് പശുവാണ്. ഇജ്ൽ, ബക്കർ എന്ന് പറയുന്ന 2 പേരുകളിലാണ് ഇതിന്റെ പരാമർശം. വിവിധ സൂറകളിലായി 19 പ്രാവശ്യം അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.